എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസങ്ങളായിട്ട് മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. പക്ഷെ അടുപ്പിച്ച് മഴയും തണുപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് തന്നെ ഭയങ്കര ഒരു മടിയാണല്ലേ. പ്രത്യേകിച്ച് മഴ സീസണൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു മടിയാണ്, നമുക്ക് എന്ത് കാര്യം ചെയ്യാനും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഇരുന്ന് വെറുതെ സമയം കളയും. അപ്പോൾ രാവിലെ എനിക്ക് പുട്ടും പരിപ്പ് കറി ആട്ടാ, അതുപോലെ തന്നെ ചോറും കറിയും സാധനങ്ങളൊക്കെ വേഗം വേഗം റെഡിയാവും. നമുക്ക് ഷോപ്പ് ഉള്ളതുകൊണ്ട് ഫുഡൊക്കെ ആയിട്ടാണ് ഷോപ്പിലേക്ക് പോവാറ്. പിന്നെ ജൂണിൽ ശിവന് ക്ലാസ് തുറക്കുമ്പോഴേക്കും 8:30 അവൾ പോവും. അപ്പോഴും നേരത്തെ തന്നെ ഫുഡ് ആവാറുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ കറികളൊന്നുമില്ല, ചെറിയ ചെറിയ കറികൾ, പരിപ്പ് കറി. അതുപോലെ തന്നെ ഞാൻ പരിപ്പ് കറി അങ്ങനെ അധികം വെക്കാറില്ല കേട്ടോ. ഇവിടെ വിഭിന്നയാണ് ഭയങ്കര ഇഷ്ടമാണ്, എന്നാലും ഞാൻ വെക്കലൊക്കെ വളരെ കുറവാണ്. തലേദിവസം മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് മീൻ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് വറുത്തു. അതുപോലെ നമുക്ക് നാടൻ വെണ്ടക്ക കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ അരച്ച് വെണ്ടക്ക കറി വെക്കാമെന്നൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അതിനിടക്ക് കുറേ നേരം കറണ്ടൊക്കെ പോയതുകൊണ്ട് നമുക്ക് തേങ്ങ അരച്ച് വെക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ദേ ഞാൻ ഡൈനിങ് ടേബിളൊന്നും വൃത്തിയാക്കുന്നത് 2-3 ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് ഞാനത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൈനിങ് ടേബിളൊക്കെ നല്ല വൃത്തിയായി. സാധാരണ മഴ സമയത്തൊക്കെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര മടിയായിരിക്കുമല്ലോ, എനിക്കും മടിയൊക്കെ ഉള്ള ഒരാൾ തന്നെ കേട്ടാ. പക്ഷേ ഇപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. എന്ത് ചെയ്യുമ്പോഴും വീഡിയോ എടുക്കുന്ന ഒരു മൈൻഡ് തന്നെയാണ് ഇപ്പോൾ എനിക്ക് കുറേ നാളായിട്ട്. അപ്പോൾ അതേ ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യാണ്. എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ. പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം അവിടെയൊക്കെ തുടച്ചൊക്കെ ഇട്ട് അടിക്കൽ കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴും അടുക്കള നല്ല വൃത്തിയിൽ ഇടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയമെടുത്ത് ക്ലീനിങ്ങിനൊന്നും സമയം വെറുതെ കളയേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്നും നല്ല വൃത്തിയായിട്ട് അടുക്കള വെച്ചാൽ നമുക്ക് ചെറിയ രീതിയിൽ മാത്രം ഒന്ന് ക്ലീനിങ് ചെയ്താൽ മതി. എന്തെങ്കിലും ബാക്കിയുള്ള പൊടികളും കാര്യങ്ങളും എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുപ്പിയും കാര്യങ്ങളൊക്കെ ക്ലീനിങ് ചെയ്യലും അങ്ങനെ തന്നെയൊക്കെ ആയിട്ടെ അങ്ങനെ മാത്രം ടൈം കളഞ്ഞാൽ മതി. അല്ലാതെ ഒരുപാട് സമയം അടുക്കളയിലേക്ക് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഞാൻ വാവ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക്, അപ്പോൾ വാവേനെ ഉറക്കിയൊക്കെ എടുത്തതിന് ശേഷമാണ് ഇതൊക്കെ ഓരോന്നും വന്ന് ചെയ്യുന്നത്. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ, കുട്ടികളായിട്ടായിരിക്കും നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യണ ടൈം. അപ്പോൾ അതേ ശിവനെയാണെങ്കിലും അവൾ എടുത്തോളും, പക്ഷേ അങ്ങനെ ഒരുപാട് നേരം അവൾക്ക് എടുക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കാറില്ല കേട്ടോ. വാവിപ്പാണെങ്കിൽ നിലത്തിറങ്ങി ചാടിയൊക്കെ നടക്കുന്ന ടൈമാണ്, അവൾ എഴുന്നേറ്റൊക്കെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബെഡൊക്കെ ക്ലീനാക്കി ഇട്ടു. ഈ ചെറിയ ബെഡ് വാവ വന്നതിന് ശേഷം മേടിച്ചതാണ്. പിന്നെ ഞാൻ നേരത്തെ മുറ്റത്തേക്കാണ് ഇറങ്ങിയത്. നമ്മുടെ ചെടികളൊക്കെ മണി പ്ലാന്റൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലൊക്കെ വെള്ളം തീർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ വെള്ളമൊക്കെ ഒഴിച്ച് വൈകിട്ടായപ്പോൾ വീഞ്ചേട്ടൻ മൂവാണ്ടൻ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദേ മാങ്ങയൊക്കെ മുറിച്ച് അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ കുറച്ച് തട്ടുകട സാധനങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ബായ്.